ഹായ് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണത്തിലേറിയ ആദ്യ നിമിഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടായ പ്രതിസന്ധികളെക്കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു. അതിൽ ആദ്യം അദ്ദേഹം നേരിട്ട മുർത്തദുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കള്ളപ്രവാചകന്മാരായി അവിടെ വന്ന മുസൈലിമ എന്ന് പറയുന്ന വ്യക്തിയും അതേപോലെ തന്നെ പെൺ പ്രവാചകയായിട്ട് അവിടെ അവതരിച്ച സജാഹ് എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. പ്രവാചകൻ വഫാത്തായതോടുകൂടി ഇസ്ലാമിൻ്റെ പ്രസക്തി മുഴുവൻ നഷ്ടപ്പെട്ടു എന്ന് ധരിച്ച് പ്രവാചകൻ ഒരു മനുഷ്യനാണ് എന്ന് പോലും ചിന്തിക്കാതെ അത്തരത്തിലുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇസ്ലാം ഉപേക്ഷിച്ച് പോകുന്ന അവസ്ഥ അവിടെ ഉണ്ടായി. ഇതിനെയെല്ലാം ഏതു വിധേനയും ബലം പ്രയോഗിച്ചിട്ടാണെങ്കിൽ കൂടി കൺട്രോളിൽ വരുത്തണം എന്ന് അബൂബക്കർ അതിയായി ആഗ്രഹിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ആ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി പല ആളുകളെയും പല ചുമതലകളിൽ അദ്ദേഹം നിയമിക്കുകയും ചെയ്തു. അങ്ങനെ അബൂബക്കർ ഈ ഇസ്ലാം ഉപേക്ഷിച്ച മുർത്തദ്ദുകളായിട്ടുള്ള ആളുകൾക്കെതിരെ ഒരു യുദ്ധപ്രഖ്യാപനവുമായി ഇറങ്ങുകയും അതിൽ പല കള്ളപ്രവാചകന്മാരായിട്ടുള്ള ആളുകളെയും അദ്ദേഹം കൊന്നുകളയുകയും അങ്ങനെ ഇസ്ലാമിന് എല്ലാ ആളുകളെയും കീഴ്പ്പെടുത്തുന്നൊരവസ്ഥ അവിടെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ചരിത്രഭാഗമാണ് അഥവാ റിദ്ദ വാർ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന മുർത്തദ്ദുകൾക്കെതിരെയുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചരിത്ര വായനക്ക് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് മുജാഹിദുകൾ ഇറക്കിയിട്ടുള്ള ഇസ്ലാം ചരിത്രവും വികാസവും എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. എന്താണ് ഈ റിദ്ദ വാറുമായി ബന്ധപ്പെട്ട് ഈ ചരിത്ര ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ച എല്ലാവരും അറിവിലും വിശ്വാസദാർഢ്യതയിലും ഒരേ തരക്കാരായിരുന്നില്ല. മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച ആളുകൾ അറിവിലും വിശ്വാസത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരേ തരത്തിലായിരുന്നില്ല. ചിലർ വിശ്വാസം മനസ്സിൻ്റെ അഗാധതയിലേക്ക് ആണ്ടിറങ്ങാത്തവരാണെന്ന് ബാഹ്യമായി കീഴടങ്ങുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും ഖുർആൻ തന്നെ പ്രസ്താവിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിശ്വാസികളായിട്ട് നമ്മൾ മനസ്സിലാക്കിയ പല ആളുകളിലും ഈ വിശ്വാസം ആഴത്തിൽ ഇറങ്ങിയിട്ടില്ല എന്ന തരത്തിൽ വിശ്വാസികളായി ജീവിക്കുന്ന ആളുകളായിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടുത്ത സെൻറ്റൻസിൽ അത് പറയുന്നുണ്ട്. നജ്ദ്, യമൻ തുടങ്ങിയ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ച ചിലരെല്ലാം ഇങ്ങനെ അവരുടെ നേതാക്കളെ പിൻപറ്റിയോ മറ്റു പ്രേരണകൾക്ക് വഴങ്ങിയോ ഇസ്ലാമിലേക്ക് വന്നവരായിരുന്നു. അപ്പം ഓരോ ഗോത്രങ്ങളുടെയും നേതാക്കന്മാർ ഇസ്ലാം സ്വീകരിച്ചാൽ പിന്നെ ഇവരും ഇസ്ലാം സ്വീകരിക്കൽ നിർബന്ധിതമായി. ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രാഷ്ട്രീയ നിയമ സംഹിത വ്യവസ്ഥ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു തിയറി ഫോളോ ചെയ്യുന്ന അവസ്ഥയിൽ ഗോത്രങ്ങളുടെ നേതാക്കന്മാർ എന്തെങ്കിലും കാരണവശാൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഗോത്രത്തിന് കീഴിലുള്ള ആ നേതാവിന് കീഴിലുള്ള അണികളെല്ലാം തന്നെ അതിലേക്ക് ഈ ആദർശമൊന്നും മനസ്സിലാക്കാതെ തന്നെ കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് അന്നുണ്ടായിരുന്നത്. അങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെട്ട ആളുകളൊക്കെ പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇസ്ലാം മുഹമ്മദ് നബിയുടെ ഒരു മതം മാത്രമായിരുന്നു എന്നായിരുന്നു അവരുടെ ധാരണ. ഇത്തരം അജ്ഞതകൾ മതം കൈവെടിയാൻ അവരെ പ്രേരിപ്പിച്ചു. ബാഹ്യമായ മുസ്ലിം വേഷം അണിയുകയും ഉള്ളിൽ ശത്രുതയും വഞ്ചനയും ഒളിച്ചു വെക്കുകയും ചെയ്യുന്നവരാണ് മുനാഫിക്കുകൾ. ഖുർആൻ ഈ വിഭാഗത്തെ ഭർസിക്കുന്നുണ്ട്. നബിയുടെ വിയോഗം സൃഷ്ടിച്ച വിടവിലൂടെ ഇവർ പുറത്തു വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് ആയതോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നൊരവസ്ഥ. അപ്പോൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച ആളുകളുടെ വിശ്വാസത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ വഫാത്തോടുകൂടി ചാഞ്ചാട്ടം ഉണ്ടാവുകയാണ്. അവർ ആ വിശ്വാസം ഉപേക്ഷിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ട ഒരവസ്ഥ ഉണ്ടായത് എന്നും ആ ഇസ്ലാം എന്ന് പറയുന്ന സംഭവം ജനങ്ങളുടെ മനസ്സിൽ സംരക്ഷിക്കപ്പെടുന്നൊരവസ്ഥ, വരും തലമുറക്ക് അത് കൈമാറുന്നൊരവസ്ഥയൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. അബൂബക്കർ ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ട അവസ്ഥാവിശേഷം ചൂഷണം ചെയ്ത് കുഴപ്പം സൃഷ്ടിക്കാൻ ചിലർ ശ്രമിച്ചു. അബൂബക്കർ ഖുറൈശി വംശജനാണെന്നും ഖുറൈശി മേധാവിത്വത്തിന് മറ്റു ഗോത്രങ്ങളെയെല്ലാം കീഴ്പ്പെടുത്തുകയാണ് ഈ ഖിലാഫത്തിൻ്റെ ലക്ഷ്യമെന്നും ചിലർ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുറൈശി വംശജനാണ്. ഖുറൈശി ഗോത്രത്തിലുള്ള ആൾക്ക് തന്നെയാണ് അധികാരം കൈമാറിയിട്ടുള്ളത്. പ്രവാചകനും ഖുറൈശി ഗോത്രത്തിലാണ്, അബൂബക്കറും ഖുറൈശി ഗോത്രത്തിലാണ്. അപ്പോൾ ഖുറൈശികളുടെ ഒരു മതമായി, ഖുറൈശികളുടെ ഒരു ഭരണവ്യവസ്ഥയിൽ ഉള്ള ഒരു രാഷ്ട്രമായി അങ്ങനെ നിലനിൽക്കുന്ന അവസ്ഥയാണ്. ഇതിൽ പ്രവാചകൻ്റെ ഈ വഫാത്തിന് ശേഷം അബൂബക്കർ അധികാരത്തിലേറുന്ന സമയത്ത് അൻസ്വാറുകളായിട്ടുള്ള ആളുകളും പ്രവാചകൻ്റെ തന്നെ മകളുടെ ഭർത്താവായ അലി റളിയല്ലാഹു അൻഹു ഒക്കെ തമ്മിലുണ്ടായ അസ്വാരസ്യങ്ങളും പിണക്കങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ്റെ വിയോഗവുമായി ബന്ധപ്പെട്ട ആ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഖുറൈശികളുടെ ഭാഗത്തു നിന്നുള്ള ആൾ തന്നെ അധികാരത്തിലേറുന്നതിനെ സംബന്ധിച്ച് ഈ പറയുന്ന ആളുകൾക്കിടയിൽ അസ്വാരസ്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വളരെ ശക്തമായ രൂപത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ദുർബല മനസ്കരായ മറ്റൊരു വിഭാഗം വിശ്വാസികൾ ധരിച്ചത് സക്കാത്ത് റസൂലിന് കൊടുത്തിരുന്ന ഒരു നികുതിയാണെന്നാണ്.
അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇത് മറ്റാർക്കും ലഭിക്കേണ്ട ബാധ്യതയില്ല. ഖലീഫയുടെ സക്കാത്ത് സംഭരണ ഉദ്യോഗസ്ഥരെ അവർ തിരിച്ചയക്കുകയും ചെയ്തു. ഇവർ ഇസ്ലാമിൻ്റെ വിശ്വാസ സിദ്ധാന്തങ്ങളെല്ലാം സ്വീകരിച്ചവരും നമസ്കാരം നിർവഹിക്കുന്നവരുമായിരുന്നു. അപ്പോൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയും ഇസ്ലാമിക സിദ്ധാന്തങ്ങളൊക്കെ സ്വീകരിക്കുകയൊക്കെ ചെയ്ത ആളുകൾ ഈ സക്കാത്ത് കൊടുക്കുന്നതിന് വിമുഖത കാണിച്ചു. ഇത് പ്രവാചകന് വ്യക്തിപരമായി കൊടുക്കുന്ന എന്തോ ഒരു ടാക്സ് ആയ രൂപത്തിലാണ് ഈ ഉത്തമ തലമുറയിലെ ഈ പറയുന്ന വ്യക്തികൾ മനസ്സിലാക്കിയിരുന്നതെന്നാണ് നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഒരു വിഭാഗം ഇങ്ങനെ കുഴപ്പമുണ്ടാക്കുമ്പോൾ മറ്റൊരു വിഭാഗം തങ്ങൾ പ്രവാചകന്മാരാണെന്ന് വാദിച്ച് രംഗപ്രവേശനം ചെയ്തു. നബിയുടെ കാലത്ത് തന്നെ അസ്വദുൽ അനസി, തുലൈഹ, മുസൈലിമ തുടങ്ങിയവർ പ്രവാചകത്വവാദവുമായി രംഗപ്രവേശനം ചെയ്തിരുന്നു. അപ്പോൾ പ്രവാചകൻ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന കള്ളപ്രവാചകന്മാരായിട്ടുള്ള ആളുകൾ രംഗപ്രവേശനം ചെയ്തിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ അവർ രംഗപ്രവേശനം ചെയ്തിരുന്നുവെങ്കിലും നബിയുടെ വിയോഗം സൃഷ്ടിച്ച ആഘാതം നിലനിൽക്കുകയും അബൂബക്കർ ഭരണം ഏറ്റെടുക്കുകയും ചെയ്ത സാഹചര്യം ഉപയോഗപ്പെടുത്തി അവർ കൂടുതൽ ശക്തിയാർജിച്ച് രംഗത്ത് വരികയാണ് ചെയ്തത്. മുസൈലിമ വിവാഹം കഴിച്ച സജ്ജാഹ് എന്ന കള്ളപ്രവാചകയും, അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ച ആ ഒരു സ്ത്രീ പ്രവാചക കള്ളപ്രവാചകയും കുഴപ്പമുണ്ടാക്കി. മുഹമ്മദ് നബിക്ക് കിട്ടിയ അംഗീകാരവും ആദരവും നേടിയെടുക്കാനുള്ള ദുർമോഹവുമാണ് ഇവരെ ഈ വഴിക്ക് ചിന്തിപ്പിച്ചത്. ചില ദുർബല വിശ്വാസികളെ വഴിപിഴപ്പിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തു. ആകെ കൂടെ വളരെ ആശങ്കാജനകമായ ഒരു അന്തരീക്ഷം ഉടലെടുത്തു. ചരിത്രകാരനായ ഇബ്നു ഹിഷാം ഈ അവസ്ഥയെ ഇങ്ങനെ വിവരിക്കുന്നു: അറബികൾ മതപരിത്യാഗം നടത്തി. ജൂത ക്രൈസ്തവ പക്ഷപാതിത്വങ്ങൾ തലപൊക്കി. മുനാഫിക്കുകൾ കുഴപ്പവുമായി ഇറങ്ങി. മുസ്ലിങ്ങൾ തണുത്ത രാത്രിയിൽ കൂട്ടം ചിതറിയ ആട്ടിൻപറ്റങ്ങളെപ്പോലെയായി. പ്രവാചകൻ്റെ ആ ഒരു വഫാത്തോടുകൂടി മുസ്ലിങ്ങളെല്ലാവരും തന്നെ കൂട്ടം തെറ്റിയ ആട്ടിൻകൂട്ടങ്ങളെപ്പോലെ ചിന്നിച്ചിതറി പോകുന്ന ഒരവസ്ഥയാണെന്ന് ചരിത്രഗ്രന്ഥകാരനായിട്ടുള്ള ഇബ്നു ഹിഷാം അദ്ദേഹത്തിൻ്റെ ചരിത്ര ഗ്രന്ഥത്തിൽ വിവരിക്കുന്നു. അപ്പം ഇതിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിൻ്റ് ശക്തമായി ബലപ്പെടുന്നൊരവസ്ഥയാണ്. എന്താണത്? ഇത് ഒരു ഐക്യത്തോടു കൂടി പ്രവാചകൻ്റെ വഫാത്തോടു കൂടി തന്നെ ഇത് സംരക്ഷിക്കപ്പെടുന്നൊരവസ്ഥ. 1,00,000 ചില്ലാനം വരുന്ന സ്വഹാബത്ത് എല്ലാവരും തന്നെ ഏകാഭിപ്രായത്തോടു കൂടി പ്രവാചകൻ ഏതൊരു നിലക്കാണ് അവരെ വളർത്തി ആ ഒരു രൂപത്തിൽ എത്തിച്ചത് അത് അതുപോലെ കണ്ടിന്യൂ ചെയ്യുന്നൊരവസ്ഥക്കൊക്കെ വിഘാതമുണ്ടാക്കുന്ന പല അവസ്ഥകളും അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇനി ഇതേപോലെ തന്നെ ഇന്ന് നമ്മൾ പരിശുദ്ധ ഗ്രന്ഥം എന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്ന ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്ത് ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ ഒരു ചട്ടക്കൂടിൻ്റെ അകത്ത് ക്രോഡീകരിക്കപ്പെട്ട ഒരു അവസ്ഥയിൽ ആക്കിയിട്ടല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത്. ആ ഖുർആൻ്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഇഷ്യൂസുകൾ മറ്റൊരു ഭാഗത്തും തലപൊക്കിയിട്ടുണ്ടായിരുന്നു. പല ആളുകളും അവരവർക്ക് തോന്നുന്ന രൂപത്തിൽ അവരവർ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഓർമ്മപ്പെശകളൊക്കെ സംഭവിച്ചത് അതുപോലെ തന്നെ എന്തൊക്കെയോ ആക്കി ഓതുന്നൊരവസ്ഥയും ഒക്കെയാണ് ആ സമയത്തുണ്ടായത്. ഇങ്ങനെ നിരന്തരം എല്ലാ ഭാഗങ്ങളിൽ നിന്നും വളരെയധികം പ്രതിസന്ധി നിറഞ്ഞ ഒരവസ്ഥ, പ്രശ്നസങ്കീർണമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടുകൂടി ഉണ്ടായത്. ഇതെല്ലാം നേരിടേണ്ടി വന്നത് ആദ്യത്തെ ഖലീഫ എന്നുള്ള നിലക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചുമതലയായിരുന്നു. വളരെയധികം പണിപ്പെട്ടാണ് അദ്ദേഹം ഈ ഓരോ കാര്യങ്ങളിലും ഓരോ പ്രശ്നങ്ങളും പരിഹരിച്ചത്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഘട്ടങ്ങളിൽ ഉമർ റളിയല്ലാഹു അൻഹു പോലും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നില്ല. ഏതോ ഒരു സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു അഭിപ്രായം പറയുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അനുകൂലമല്ലാത്ത രൂപത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയതിൻ്റെ പേരിൽ അവർ തമ്മിൽ ഒരു ചെറിയൊരു സംസാരം ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ ചരിത്രത്തിലുണ്ട്. ഈ വിഷയമായി നേർക്കുനേരെ ബന്ധമില്ലാത്തത് കൊണ്ട് അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. അതേപോലെ തന്നെ ഈ സക്കാത്തിൻ്റെ വിഷയത്തിൽ അത് നൽകാൻ വിസമ്മതിച്ച ആളുകളുമായി ബന്ധപ്പെട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ശക്തമായ നിലപാടെടുക്കുകയും യുദ്ധത്തിന് വരെ പുറപ്പെടാൻ തയ്യാറായ അവസ്ഥയും ചരിത്രത്തിലുണ്ട്. അതും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമായി നേർക്കുനേരെ ബന്ധമില്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്കും നമ്മൾ കടക്കുന്നില്ല. ഈ മുർത്തദ്ദുകളായിട്ടുള്ള ആളുകളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നീട് എന്താണ് ചെയ്തതെന്ന് നോക്കാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു നേരിട്ട് തന്നെ അബ്റക്ക് പ്രദേശത്തെ മുർത്തദ്ദുകളുമായി പോരാട്ടത്തിൽ ഏർപ്പെട്ടു. അവരെ പരാജയപ്പെടുത്തിയ ശേഷം മദീനയിലേക്ക് തിരിച്ചു വന്നു. പിന്നെ ഖാലിദ് ബിൻ വലീദ്, ഇക്രിമത്ത് ബിൻ അബീ ജഹൽ, അംറു ബിൻ ആസ് തുടങ്ങിയ പ്രഗത്ഭരായ 11 സേനാ നായകന്മാരെ തെരഞ്ഞെടുത്തു. അവരുടെ കീഴിൽ നല്ലൊരു സൈന്യത്തെ സജ്ജീകരിച്ച് മുർത്തദ്ദുകൾക്ക് നേരെ അയക്കാൻ തീരുമാനിച്ചു. സൈനിക നടപടിക്ക് മുമ്പായി അവർക്ക് വായിച്ചു കേൾപ്പിക്കേണ്ട ഒരു പ്രസ്താവന ഖലീഫ തയ്യാറാക്കി. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പിന്നെ അതിൽ നിന്ന് പിന്തിരിയുക എന്ന പാപത്തിൻ്റെ ഗൗരവത്തെപ്പറ്റി കത്തിൽ ഉണർത്തുകയും തെറ്റു മനസ്സിലാക്കി സത്യത്തിലേക്ക് മടങ്ങി വരാൻ ആഹ്വാനം നൽകുകയും ചെയ്തു.
മുഹമ്മദ് നബി ഒരു മനുഷ്യൻ മാത്രമാണെന്നും മറ്റു മനുഷ്യരെ പോലെ അദ്ദേഹവും മരിക്കുമെന്ന് വ്യക്തമാക്കിയ ശേഷം മറ്റു തരത്തിലുള്ള പ്രചാരണങ്ങളിൽ വിശ്വസിക്കരുതെന്നും ഉണർത്തിയിരുന്നു. പട്ടാളക്കാർക്ക് നൽകിയ സന്ദേശത്തിൽ ധൃതി പിടിച്ച് ആരുടെ മേലും നടപടി എടുക്കരുതെന്നും മുസ്ലിങ്ങൾക്കുള്ളിൽ കടന്നുകൂടി അവരെ നശിപ്പിക്കാൻ ചാരപ്പണി നടത്തുന്നവരെ തടയുകയുമാണ് സൈനിക നടപടിയുടെ ലക്ഷ്യമെന്നും പട്ടാളക്കാർ പരമാവധി ക്ഷമയും വിട്ടുവീഴ്ചയും കാണിക്കണമെന്നും അബൂബക്കർ നിർദ്ദേശിച്ചു. അപ്പോൾ ഇസ്ലാം ഉപേക്ഷിച്ച് പോവുക എന്ന് പറയുന്ന സംഗതി അത്രയും ഗൗരവകരമായിട്ടുള്ള ഒരു പാപമായിട്ടാണ് അവർ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാം സ്വീകരിച്ച ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ആൾക്ക് പിന്നീട് അയാൾക്ക് എന്തെങ്കിലും ഒരു ബോധോദയം ഉണ്ടായി ഇതിലെ മിസ്റ്റേക്കുകളൊക്കെ ബോധ്യപ്പെട്ടിട്ട് അയാൾക്ക് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ അതിന് സാധ്യമല്ലാത്ത വിധത്തിൽ ലോക്കായി പോകുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. ഒരാൾക്ക് ഇസ്ലാം തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന നിമിഷം അയാൾക്ക് ആ മതം ഉപേക്ഷിച്ച് പോകാനുള്ള സ്വാതന്ത്ര്യമില്ല. ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തായി അതിൽ നിന്ന് പുറത്തു പോവുക എന്ന് പറയുന്നത് മഹാപാപമാണ്. അത്തരത്തിലുള്ള ആളുകൾ തിരിച്ചു വരികയോ അതിന് തയ്യാറാകാത്ത ആളുകളെ കൊന്നുകളയുക എന്ന് പറയുന്ന ശിക്ഷ കൊടുക്കാൻ മാത്രമുള്ള ഒരു വലിയ പാപമായിട്ടാണ് ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഈ പറയുന്ന ഇസ്ലാം ഉപേക്ഷിച്ച് പോകുന്ന ആ ഒരു പ്രവൃത്തിയെ അവർ പരിചയപ്പെടുത്തുന്നത്. അത് തന്നെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇവിടെ നടപ്പിലാക്കിയതും. ഒരു വശത്ത് ലാ ഇക്രാഹ ഫിദ്ദീൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലെ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുമ്പോൾ പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെയാണ് നിയമമെന്നും ഇസ്ലാമിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ് ഈ ലാ ഇക്രാഹ ഫിദ്ദീൻ വെച്ചിട്ടുള്ള ഭരണമൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകൾക്കുള്ള ശിക്ഷ എന്താണെന്ന് കൃത്യമായിട്ട് ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലെ മദ്രസ പാഠഭാഗത്ത് പോലും കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. പൊതുസമൂഹത്തിന് മുമ്പിൽ ഇസ്ലാമിലെ ബലാത്കാരമില്ലെന്നും ഇഷ്ടമുള്ള ആളുകൾക്ക് സ്വീകരിക്കാം, ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് കൊഴിഞ്ഞു പോകാം, അതിനുള്ള സകല സ്വാതന്ത്ര്യവും ഇസ്ലാം നൽകിയിട്ടുണ്ട് എന്നാണ് ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ പറയുന്നത്. എന്നാൽ ഇസ്ലാമിലെ ഗ്രന്ഥങ്ങൾ അതിന് പഠിപ്പിക്കുന്ന നിയമാവലി എന്ന് പറയുന്നത് അവരെ കൊന്നുകളയുക എന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും ഇന്ന് ഈ കാലഘട്ടത്തിൽ, ഈ ആധുനിക കാലഘട്ടത്തിൽ അത്തരം ശിക്ഷാ നടപടികൾ കുറഞ്ഞു വന്നു എന്നുള്ളതിൻ്റെ ഉത്തരം മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടും അവൻ നൽകിയ വിജ്ഞാനവും വിദ്യാഭ്യാസവും ശാസ്ത്ര പുരോഗതിയും ഒക്കെ വെച്ചുകൊണ്ട് ജീവിതത്തെ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജീവിതത്തിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് മനുഷ്യത്വത്തിന് നൽകുന്ന പ്രാധാന്യത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആ ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ മതത്തിൻ്റെ ഈ പ്രാകൃതമായ നൂറ്റാണ്ടുകൾക്ക് അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള ഈ നിയമാവലികളൊക്കെ പഴഞ്ചനാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും ഇസ്ലാമിൻ്റെ ഈ ഒരു നിയമം പാലിക്കാത്ത അവസ്ഥ വരുന്നത്. എന്നിട്ടും നമ്മുടെ നാട്ടിലെ ഈ കൊച്ചു കേരളത്തിലെ മദ്രസകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ നിയമം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഒരു കാലഘട്ടത്തിലും ഒരാൾ ഏതെങ്കിലും ഒരു മതം, ഇസ്ലാം എന്നല്ല ഏതെങ്കിലും ഒരു മതം വിശ്വസിച്ചു എന്നുള്ളതിൻ്റെ പേരിലോ അവിശ്വസിച്ചു എന്നുള്ളതിൻ്റെ പേരിലോ ഒരു ശിക്ഷാ നടപടികൾക്കും ഒരു മനുഷ്യനെയും വിധേയമാക്കാൻ പാടില്ല. അത് തീർത്തും മനുഷ്യത്വ വിരുദ്ധമാണ്, മാനവിക മൂല്യങ്ങൾക്ക് മുകളിലുള്ള കടന്നുകയറ്റമാണ്, മനുഷ്യത്വത്തിന് ഒരു പുല്ലുവിലയും നൽകാത്ത പ്രാകൃതമായ ചിന്താഗതികളാണ്. ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കുകയാണ് അവിടെ ചെയ്തത്. ഖലീഫയുടെ പ്രസ്താവന വായിച്ചപ്പോൾ പലരും സത്യം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു. ഈ ഒരു ലോക്ക് തിരിച്ചറിഞ്ഞപ്പോൾ പല ആളുകളും ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു. വ്യാജ പ്രവാചകന്മാർ ജനങ്ങൾക്കിടയിൽ ദുഷ്പ്രചരണങ്ങൾ നടത്തി മുർത്തദ്ദുകളെ ഖലീഫക്കെതിരെ സംഘടിപ്പിക്കുകയായിരുന്നു. കള്ളനബിയായി രംഗത്ത് വന്ന മുസൈലിമ 40,000 പേരടങ്ങിയ ഒരു സൈന്യവും കൊണ്ട് മുസ്ലിങ്ങളെ എതിരിട്ടുവെങ്കിലും അവസാനം അയാൾ വധിക്കപ്പെട്ടു. അപ്പോൾ ആ തരത്തിൽ ഇതിനെതിരെ, ഇസ്ലാമിനെതിരെ ശബ്ദിച്ച് ഞാൻ പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുസൈലിമയുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെതിരെ ആ ഒരു യുദ്ധ പുറപ്പാടുമായിട്ട് വരികയാണ്. സ്വാഭാവികമായിട്ടും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഈ 40,000 പേരേക്കാൾ കൂടുതൽ ശക്തി ഉണ്ട്. കാരണം ഇസ്ലാമിക രാഷ്ട്രം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ എത്രയോ ഇരട്ടി സമ്പത്തും അതേപോലെ തന്നെ ഭടന്മാരും ഉള്ള ഒരാളാണ് ഈ അബൂബക്കർ. സ്വാഭാവികമായിട്ടും അവിടെ മുസൈലിമ എന്ന് പറയുന്ന ആളെ വധിച്ചു കളയുകയും അങ്ങനെ അവരെ കീഴ്പ്പെടുത്തുകയുമാണ് ചെയ്തത്. ഈ ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ട് പലരും നമുക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി. മുസൈലിമ കൊല്ലപ്പെട്ടു, മുസൈലിമയെ കൊന്നുകളഞ്ഞു, അത് കള്ളപ്രവാചകനാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ മുസൈലിമയെ കൊന്നത് എന്ന്.
യഥാർത്ഥത്തിൽ ഭൗതിക സജ്ജീകരണങ്ങൾ ആർക്കാണ് കൂടുതൽ, ആ കൂടുതലുള്ള ആളുകൾ വിജയിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളിൽ പോലും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ എവിടെയും ദൈവം ഏതെങ്കിലും ഒരു വിഭാഗക്കാരെ തൻ്റെ ആളുകൾ, തൻ്റെ സ്വഹാബികളാണ് എന്ന് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ തൻ്റെ പ്രവാചകൻ്റെ അനുയായികളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ദൈവം സംരക്ഷിക്കുന്ന ഒരു അവസ്ഥയൊന്നുമില്ല. അതുകൊണ്ടല്ലേ ഉഹുദ് യുദ്ധത്തിൽ പ്രവാചകൻ്റെ പല്ലുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായത്? അള്ളാഹു സംരക്ഷിക്കുന്ന പരിപൂർണ സംരക്ഷണം അള്ളാഹു നേർക്ക് നേരെ ഏറ്റെടുത്തിരിക്കുന്ന ആ വിഭാഗത്തിലെ അള്ളാഹുവിൻ്റെ തന്നെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ തരത്തിലൊരു ആപത്ത് സംഭവിച്ചു. അതിനുശേഷം പിന്നീട് വിഷം തീണ്ടി മരണത്തിന് കാരണമാകുന്നൊരവസ്ഥ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ ഉണ്ടായി. അപ്പോൾ പ്രവാചകൻ ആണ് എന്നുള്ളത് കൊണ്ട് അവിടെ സംരക്ഷിക്കുന്നൊരവസ്ഥയില്ല. ഈ മുസൈലിമ എന്ന് പറയുന്ന വ്യക്തിക്ക് 40,000 അംഗസംഖ്യ മാത്രമേയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം അവിടെ പരാജയപ്പെട്ടു. അതിനർത്ഥം അദ്ദേഹം പ്രവാചകനാണോ അല്ലേ എന്നുള്ളത് ആ ഒരു കാര്യത്തിൻ്റെ ബേസിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അത്തരം സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പ്രവാചകൻ വിഷം തീണ്ടി മരണത്തിലേക്ക് എത്തുന്നൊരവസ്ഥ പ്രവാചകൻ ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ പല കാര്യങ്ങളിലും ചരിത്രങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും മുൻകാല പ്രവാചകന്മാർ അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ച്. മുൻകാല പ്രവാചകന്മാർ, ഇസ്ലാം അംഗീകരിക്കുന്ന പ്രവാചകന്മാരായിട്ടുള്ള ആളുകളെ ഈർച്ചവാള് കൊണ്ട് അന്നത്തെ സമൂഹം മരം ഈർന്ന് കഷ്ണങ്ങളാക്കുന്നത് പോലെ അവരുടെ മാംസങ്ങൾ പിഴുതെടുത്തിട്ട് അങ്ങനെ കൊല്ലപ്പെട്ട പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. അള്ളാഹു അയച്ച പ്രവാചകന്മാരെയാണ് അന്നത്തെ സമൂഹം അങ്ങനെ ചെയ്തത്. അപ്പോൾ ഒരാൾ പ്രവാചകനാണ് എന്നുള്ളത് കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. അത് നമുക്ക് ഭൗതികപരമായിട്ട് അനുഭവിക്കാനും കാണാനും സാധിക്കുമെന്ന് പറയുന്നത് തീർച്ചയായും മണ്ടത്തരമാണ്. അതൊരു കാരണവശാലും ഉണ്ടായിട്ടില്ല. ഏതൊരു ഭരണാധികാരിയെയും പോലെ തന്നെയുള്ള അവസ്ഥകൾ മാത്രമാണ് അന്നും ഇന്നും എന്നും കാണാൻ സാധിക്കുക. അവരെ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ദൈവം തമ്പുരാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അവസ്ഥ ഒരു സമയത്തും നമുക്ക് കാണാൻ കഴിയില്ല. ഭൗതികപരമായിട്ടുള്ള ജനങ്ങളുടെ സംരക്ഷണ വലയത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദിൽ നിന്ന് പോലും രക്ഷപ്പെട്ടത് എന്നാണ് ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി ബാക്കി എന്താ നോക്കാം. ഈ 40,000 പേരടങ്ങിയ സൈന്യത്തെയും കൊണ്ട് മുസ്ലിങ്ങളെ എതിരിട്ടുവെങ്കിലും അവസാനം അയാൾ വധിക്കപ്പെട്ടു. മറ്റൊരു വ്യാജ പ്രവാചകനായ തുലൈഹ മുസ്ലിങ്ങളുമായി ഏറ്റുമുട്ടി. പക്ഷേ അനുയായികൾ പലരും ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു. സിറിയയിലേക്ക് ഓടി രക്ഷപ്പെട്ട തുലൈഹ പിന്നീട് ഖലീഫ ഉമറിൻ്റെ കാലത്ത് ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു. ഏറ്റവും നല്ല ഒരു മുസ്ലിം ഭടനായി വർത്തിച്ചു. അപ്പോൾ ഈ തുലൈഹ എന്ന് പറയുന്ന കള്ളപ്രവാചകൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു. ഏറ്റവും നല്ല ഒരു മുസ്ലിം ഭടനായി പിന്നീട് അദ്ദേഹം പ്രവർത്തിച്ചു. മറ്റൊരു വ്യാജ പ്രവാചകനായ അസ്വദുൽ അനസി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്തരിച്ച അതേ ദിവസം തന്നെ വധിക്കപ്പെട്ടു. അപ്പോൾ നബി വഫാത്തായ ആ ദിവസം പോലും ഒരാളെ കൊല്ലുന്നൊരവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തിൻ്റെ പേരിൽ? അയാൾ പ്രവാചകനാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ. അയാളുടെ അവശേഷിച്ച അനുയായികളെ ഖലീഫയുടെ സൈന്യം പരാജയപ്പെടുത്തി. ഇസ്ലാം വിരുദ്ധ നീക്കങ്ങളെ അവയുടെ മുളയിൽ തന്നെ ഖലീഫ നുള്ളിക്കളഞ്ഞു. ഒരു സ്വാതന്ത്ര്യവും ഇല്ല. ലാ ഇക്രാഹ ഫിദ്ദീൻ അല്ല. ഇസ്ലാം ഉപേക്ഷിക്കാൻ സ്വാതന്ത്ര്യമില്ല. ഇസ്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈ തരത്തിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെടും. ഇതാണ് പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടുകൂടി പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാമും പിന്നീട് അബൂബക്കറിൻ്റെ ഭരണം മുതൽ തുടങ്ങി വെച്ച ഇസ്ലാമുമൊക്കെ ഇതാണ്. അല്ലാതെ മക്ക കാലഘട്ടത്തിലുണ്ടായ ഒട്ടകത്തിൻ്റെ ചീഞ്ഞ കുടൽമാല കഴുത്തിലിട്ടപ്പോൾ കാരുണ്യത്തിൻ്റെ തിരുദൂതൻ പുറത്തു കൊടുത്തോ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇസ്ലാമിനെ മനസ്സിലാക്കുകയും അങ്ങനെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും മതമായിക്കൊണ്ട് നമുക്കങ്ങനെ വിശ്വസിച്ച് അങ്ങനെ ജീവിക്കാം. അതൊക്കെ ശരി തന്നെ. പക്ഷേ പൂർത്തീകരിക്കപ്പെട്ട ഒരു ഇസ്ലാമുണ്ട്. അത് പൂർത്തീകരിക്കുന്നത് മദീനയിൽ വെച്ചാണ് പ്രിയപ്പെട്ടവരെ. ഈ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പച്ച മലയാളത്തിൽ ഈ മദീന കാലഘട്ടത്തെക്കുറിച്ച് എഴുതിയ ഈ ചരിത്ര ഭാഗങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ വിശ്വാസികളായിട്ടുള്ള ആളുകൾ പഠിക്കാൻ ശ്രമിക്കാത്തത്? യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാം അല്ലേ യഥാർത്ഥ ഇസ്ലാം? ഇസ്ലാമിൻ്റെ ഓരോ വളർച്ചയിലും നമ്മളിപ്പോൾ ഒരു കുഞ്ഞ് വളരുന്നത് പോലെ ഇസ്ലാം വളരുകയാണല്ലോ. 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. മക്കയിൽ 13 വർഷക്കാലം ദഅവത്ത് നടത്തി. വളരെ ചുരുക്കം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. മദീനയിൽ വന്നു. ഈ പറയുന്ന യുദ്ധങ്ങളെല്ലാം ചെയ്ത് അക്രമങ്ങൾ നടത്തി ഒരുപാട് സമ്പത്ത് ഗനീമത്ത് സമ്പത്തായിട്ട് വന്നു. അങ്ങനെ ഡെവലപ്പായി അങ്ങനെ അവസാന വഫാത്തോടുകൂടി പൂർത്തീകരിക്കപ്പെട്ട ഒരു ഇസ്ലാമുണ്ട്. ആ പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാം അല്ലേ യഥാർത്ഥ ഇസ്ലാം? ആ ഇസ്ലാം അല്ലേ ഇന്ന് ഫോളോ ചെയ്യപ്പെടുന്നത്? അതിൽ മക്ക കാലഘട്ടത്തിലെ കാരുണ്യത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും സംഭവങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട്. അത് ആരും തന്നെ നിഷേധിക്കുന്നില്ല. അത് വിമർശകരായിട്ടുള്ള എല്ലാവരും തന്നെ അതൊക്കെ അംഗീകരിക്കുന്ന കാര്യമാണ്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ അതൊക്കെ ഉണ്ടോ? അതൊക്കെ അതിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഉണ്ടായതാണ്.
പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അധികാരം കിട്ടിയതിന് ശേഷം പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാം എങ്ങനെ പ്രാക്ടിക്കലാക്കി എന്നുള്ളതാണ് പ്രധാനം. ആ പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാമിൽ ഇതാ ഈ രൂപത്തിലാണ് പിന്നീട് കൈകാര്യം ചെയ്തത്. ഒരാൾ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ മതം ഉപേക്ഷിക്കാൻ അവന് സ്വാതന്ത്ര്യമില്ല. അഥവാ അങ്ങനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവന് ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. ഇതെങ്ങനെയാണ് കാരുണ്യത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും സഹാനുഭൂതിയുടെയും പരിപൂർണ സ്വാതന്ത്ര്യത്തിൻ്റെയും ലാ ഇക്രാഹ ഫിദ്ദീൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉണ്ടായ പൂർത്തീകരിക്കപ്പെട്ട ഒരു ആദർശമാണെന്ന് നമുക്ക് പറയാൻ കഴിയുക? പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾ ചിന്തിക്കൂ. അതിനുശേഷം വിഘടിതരുടെ വിപ്ലവ ശ്രമത്തെ അടിച്ചൊതുക്കി സമാധാന അന്തരീക്ഷം സൃഷ്ടിച്ചയുടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിവെച്ച ഇസ്ലാമിൻ്റെ ആഗോള വ്യാപനമെന്ന ദൗത്യവുമായി അബൂബക്കർ റളിയല്ലാഹു അൻഹു മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ തരത്തിൽ മുർത്തദ്ദുകളായിട്ടുള്ള ആളുകളെ വധിച്ചുകൊണ്ട് ആ പറയുന്ന അത്തരം ചിന്താഗതിയുള്ള ആളുകളെയൊക്കെ കീഴ്പ്പെടുത്തിയ ശേഷം മറ്റു രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റു സാമ്രാജ്യങ്ങൾ പിടിച്ചടക്കുന്നതിന് വേണ്ടി, റോമ പോലെയുള്ള സാമ്രാജ്യങ്ങളൊക്കെ പിടിച്ചടക്കുന്നതിന് വേണ്ടി അബൂബക്കറിൻ്റെ യാത്ര തുടർന്നു. ഇതാണ് റിദ്ദവാറുമായി ബന്ധപ്പെട്ട് ഈ ചരിത്ര ഗ്രന്ഥത്തിൽ പറയുന്നത്. ഇവിടെ വാളുകൊണ്ടല്ലേ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇതെല്ലാം കീഴൊതുക്കിയത് അല്ലെങ്കിൽ കീഴടക്കിയത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ. ഇതാണ് വിമർശിക്കപ്പെടുന്നത്. ഈ ഒരു സംഭവം ഇവിടെ ഒരു സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോളൂ. ഒരു നിർബന്ധവും ഇതിലില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. നിങ്ങൾക്ക് മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ അവിശ്വാസികളായിട്ട് ജീവിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റു മതങ്ങളിൽ വിശ്വസിച്ച് ജീവിച്ചോളൂ എന്ന സ്വാതന്ത്ര്യം ഇസ്ലാമിക ഭരണത്തിൽ ഉണ്ടായിരുന്നോ? എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾ ചിന്തിക്കൂ. ഈ പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു അധികാരമേറ്റ ഉടനെ ആദ്യം ചെയ്ത പണികളിൽ ഒരു പണി ഇതായിരുന്നു. ഈ പറയുന്ന ഇസ്ലാം ഉപേക്ഷിച്ച അല്ലെങ്കിൽ ആ തരത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്ത് ചിന്തിക്കുന്ന ആളുകളെ ഈ തരത്തിൽ കൈകാര്യം ചെയ്യുകയാണ്. അങ്ങനെ കൈകാര്യം ചെയ്ത് അവരെ കീഴ്പ്പെടുത്തുകയാണ്. എന്നിട്ടാണ് ഇസ്ലാമിക രാഷ്ട്രം പിന്നീട് അങ്ങോട്ട് മറ്റു പ്രദേശങ്ങൾ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി, അതും എങ്ങനെയാണ്? ലാ ഇക്രാഹ ഫിദ്ദീൻ വെച്ചിട്ടാണോ? ചരിത്രത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ കേട്ടോളൂ. അതൊക്കെയും തന്നെ ഈ തരത്തിൽ തന്നെയാണ് അവർ പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരു സ്വാതന്ത്ര്യവുമില്ല. ഒരു തരത്തിൽ ഒരാൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാനും ഇഷ്ടമില്ലാത്തത് തള്ളിക്കളയാനുള്ള ഒരു അവകാശവും വകവെച്ച് കൊടുത്തിട്ടില്ല. ഇതിനെ എങ്ങനെയാണ് പരിപൂർണ സ്വാതന്ത്ര്യത്തോടുകൂടി കാരുണ്യത്തിൻ്റെ ഒരു സന്ദേശമായിട്ടൊക്കെ അംഗീകരിക്കാൻ കഴിയുക? എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഈ അഹ്ലുസുന്നത്തിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ തരത്തിലാണ്. അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആദ്യത്തെ ഖലീഫയുടെ ആ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണം നബിക്ക് ശേഷം തുടങ്ങുന്നത് ഈ തരത്തിൽ വാള് കൊണ്ട് അടിച്ചിരുത്തി കീഴ്പ്പെടുത്തിയ ശേഷം, ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തിയ ശേഷമാണ് അബൂബക്കർ ജൈത്രയാത്ര തുടരുന്നത്. അപ്പോൾ ഇത് തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള നിയമസംഹിതയാണ് എന്ന് വ്യക്തമല്ലേ? മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അതനുസരിച്ച് ജീവിക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യമാണെങ്കിൽ നമുക്കിതിനെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു നിയമസംഹിത എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിക്കാമായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. ഇവിടെ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ്, മുഹമ്മദ് നബിയുടെ പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, ബാക്കിയുള്ള ഒരു ശക്തികളെയും ഒരു ദേവീദേവന്മാരെയും അല്ലെങ്കിൽ വേറെ പേരിൽ ദൈവത്തെ പരിചയപ്പെടുത്തി വിളിക്കുന്നതൊന്നും തന്നെ അംഗീകരിക്കാത്തൊരവസ്ഥ. അത് അങ്ങനെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത്തരത്തിലുള്ള ആളുകളെ ഈ തരത്തിൽ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് വിശ്വാസികളായി ജീവിപ്പിക്കുന്ന അവസ്ഥ. ഇതല്ലേ ചരിത്രഗ്രന്ഥം പറയുന്നത്? പിന്നെ എന്തിനാണ് നമ്മൾ പാവപ്പെട്ട വിശ്വാസികളെ പറഞ്ഞ് പറ്റിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഈ ഉസ്താദുമാരും മൗലവിമാരൊക്കെ നമ്മളോട് പറയുന്ന ലാ ഇക്രാഹ ഫിദ്ദീൻ, എന്ത് പറഞ്ഞാലും എന്ത് യുദ്ധത്തിൻ്റെ കഥ പറയുമ്പോഴും അതിനെക്കുറിച്ച് സംശയം ചോദിക്കുമ്പോഴും ലാ ഇക്രാഹ ഫിദ്ദീനാണ്, ദീനിൽ ബലാത്കാരമില്ല, ആരെയും നിർബന്ധിച്ച് അങ്ങനെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതില്ല, ഓരോരുത്തർക്കും ബോധ്യപ്പെട്ട എന്താണോ അതനുസരിച്ച് ജീവിക്കാം, അത്രയേ ഉള്ളൂ, അത്രയേ പ്രാധാന്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നമ്മളെ പൊട്ടന്മാരാക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ചരിത്ര ഗ്രന്ഥവും ഇസ്ലാമിൻ്റെ ആദർശം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയമായിട്ടുള്ള ഈ നിലപാടുകളിൽ അടിയുറച്ച് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രം ജീവിക്കാനുള്ള അവകാശം നൽകുന്ന അത്രയും ക്രൂരമായിട്ടുള്ള ഒരു നിയമവ്യവസ്ഥിതിയാണ് ഈ പറയുന്ന ഇസ്ലാം എന്ന് പറയുന്ന ഒരു നിയമസംഹിത. അതാണ് ഈ ഗ്രന്ഥങ്ങൾ നമ്മളോട് പറയുന്നത്. ഇത് നമ്മൾ സ്വയം ഉണ്ടാക്കി എയറിൽ നിന്നെടുത്ത് പറയുന്ന സംഗതി അല്ലല്ലോ. ഈ ചരിത്ര ഗ്രന്ഥങ്ങൾ, അഹ്ലുസുന്നത്തിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ ഈ ചരിത്രങ്ങളെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഇതൊക്കെയും തെറ്റാണെങ്കിൽ ഇത് തെറ്റാണെന്ന് തുറന്ന് പറയുക
എന്നിട്ട് ഈ ചരിത്ര ഗ്രന്ഥങ്ങൾ പിൻവലിക്കുക. അത്തരം ഗ്രന്ഥങ്ങളും അത്തരം കാര്യങ്ങൾ വാളുകൊണ്ട് കീഴ്പ്പെടുത്തിയ കഥകളുമൊക്കെ ലോയിഫിൻ്റെ പട്ടികയിൽപ്പെടുത്തിയിട്ട് നിങ്ങൾ ആ ഗ്രന്ഥങ്ങൾ ക്യാൻസൽ ചെയ്യൂ. അല്ലാതെ അതൊക്കെയും തന്നെ സൂക്ഷിക്കുകയും ഏതെങ്കിലും ഒരു അവസരത്തിൽ അതൊക്കെ ഉപയോഗിക്കാം എന്ന ശുഭപ്രതീക്ഷയിൽ ഇതൊക്കെ വിശ്വാസികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാതെ തൽക്കാലം ആ ഗ്രന്ഥങ്ങളൊക്കെ അട്ടപ്പുറത്ത് കയറ്റിവെക്കാം എന്നൊരു മാനസികാവസ്ഥയിൽ ജീവിച്ചിട്ട് നിങ്ങളുടെ സുഖലോലുപ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഇതൊക്കെ ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്നാണെങ്കിലും ഈ പ്രാക്ടിക്കൽ ലൈഫിൽ നിന്നാണെങ്കിലൊക്കെ ഇത്തരം മതഭ്രാന്തൻ ചിന്താഗതികളെ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു അപ്ഡേഷൻ ചെയ്താൽ മാത്രമാണ് ഇതിൽ ആളുകൾക്ക് തുടർന്നു പോകാൻ സാധിക്കുക. ഇല്ലെങ്കിൽ ഈ തിയറികളൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്ന ആത്മാർത്ഥതയുള്ള നിഷ്കളങ്കരായ മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന നല്ല മനുഷ്യന്മാരായിട്ടുള്ള ആളുകൾ ഈ സംഗതികളെ പാടെ ഉപേക്ഷിച്ച് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളീ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിവോടുകൂടി മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥ പ്രിയപ്പെട്ട വിശ്വാസികൾക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ചരിത്രത്തിൻ്റെ ഈ ഒരു ഭാഗം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ.